ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ 2 പരീക്ഷ അടുപ്പിച്ചായതാണ് കേട്ടോ റിപ്ലൈ ചെയ്യാൻ. എന്നോട് കുറച്ച് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി നമുക്ക് പ്രീ മോഡലിൻ്റെ വീഡിയോ ഇതുണ്ടായിരുന്നു. കുറേ നല്ല വീഡിയോ ഉണ്ട്, കാരണം ക്ലാസ് പരീക്ഷ അത് ഇതൊക്കെ ആയിട്ട് തൊലഞ്ഞിരിക്കുകയായിരുന്നു. സത്യം പറയാലോ, ടോട്ടലി കുക്ക്. അങ്ങനെ നമ്മളുടെ ഫസ്റ്റത്തെ ഇംഗ്ലീഷും ഹിന്ദിയായിരുന്നു. ഹിന്ദി എനിക്ക് അത്യാവശ്യം സെറ്റ് വെച്ചിരുന്നു, കാരണം ഞങ്ങളുടെ പ്രീ മോഡലിനിട്ട ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ വന്ന പോലെ തോന്നി. കാരണം അതൊരു 2019 ആണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ടീച്ചർ എടുത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ടീച്ചർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രീ മോഡലിന്. അതേ ക്വസ്റ്റ്യൻസ് കുറേ വന്നു, കുറച്ച് മാത്രം പുറത്തു വന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ പ്രീ മോഡലിന് വന്ന് മിക്കതും പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയായിരുന്നു. ഇപ്രാവശ്യത്തെ മോഡലിൽ വന്നത് കേട്ടോ. ഹിന്ദി അടിപൊളിയായിരുന്നു, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. മീൻസ് എനിക്ക് എഴുതിയപ്പോൾ തന്നെ തോന്നി ഓക്കെ ഗുഡ് അങ്ങനെ. പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് തോന്നിയത് കൂടുതലായിട്ടും കുറേ റൈറ്റപ്പ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് കുറേ എഴുതാനുണ്ടായി. അത്യാവശ്യം സമയം കാണിച്ചു. ഞാൻ കുറച്ച് എഴുതി കഴിഞ്ഞ് വാച്ച് നോക്കിയപ്പോഴേക്കും 3 മണിയായി. അപ്പോൾ എനിക്കത് അങ്ങനെ അത്യാവശ്യം സമയം ഭയങ്കര കൺസ്യൂം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതേപോലെ എസ്സേക്കാണ് ക്വസ്റ്റ്യൻസ് എനിക്ക് അത്രയ്ക്ക് എഴുതാനുള്ളതായിട്ട് തോന്നിയില്ല. കാരണം അത്ര റിലവൻ്റായിട്ടുള്ള നമ്മുടെ പാഠങ്ങളിൽ നിന്നല്ല, മീൻസ് നമുക്ക് അങ്ങനെ വിശദീകരിച്ച് എഴുതാൻ പറ്റുന്ന പാഠങ്ങളിൽ നിന്നല്ല ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പം ഞാൻ ഇടയ്ക്കായി സ്റ്റക്കായി പോകുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാൻ ഒരു ഫ്ലോ കിട്ടാത്ത പോലെ തോന്നി ലാസ്റ്റത്തേക്ക് വന്ന എസ്സേ ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ സെറ്റ് ആയിരുന്നു, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇംഗ്ലീഷ് ഏറ്റവും കൂടി നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നി. കാരണം എല്ലാം എഴുതാകുമ്പോൾ കുറേ ടൈം പോകുന്നു. പിന്നെ നമുക്കിപ്പോൾ 4 മാർക്കിന് 2 മാർക്കിന് നമുക്ക് എഴുതാം, വന്ന സാധനം നമ്മൾ എഴുതി ഫുള്ളാക്കുമല്ലോ. സോ അപ്പോൾ അത്യാവശ്യം സമയം പോയ പോലെ തോന്നിയിരുന്നു. അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ്. കെമിസ്ട്രി അത്യാവശ്യം സെറ്റ് പേപ്പറായിരുന്നു. പഠിച്ചവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറായിരുന്നു. എനിക്ക് അത്യാവശ്യം ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ പഠിച്ചത്. എനിക്ക് ഇന്നലെ രാത്രി ഒട്ടും പറ്റില്ല. എനിക്ക് അങ്ങനെ ഫുള്ളി പോയി. ഞാൻ മീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ. കാരണം നമുക്ക് കുറേ നേരം നമ്മളൊന്നും പഠിക്കാണ്ടിരിക്കുക, പരീക്ഷ എടുത്തു, ടെൻഷൻ, അങ്ങനെ ആശുപത്രി. അതിനെപ്പറ്റി ഞാൻ ഫുള്ളായിട്ട് ഞാൻ സംഭവം വീഡിയോ ഇടുന്നുണ്ട് എന്തായാലും +1 കഴിഞ്ഞിട്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും എനിക്ക് എന്തൊക്കെയോ മൊത്തത്തിൽ +1 പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം, +1 +2 പഠിക്കുന്നവർക്ക് അറിയാം. എനിക്ക് പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻസ്ഡായിട്ടും ഭയങ്കര എനിക്ക് ആ ഒരു ഇതിലേക്ക് ഞാൻ പോകുന്നുണ്ട് ഇപ്പോൾ. സോ എനിക്ക് അത്രയ്ക്ക് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതാണ് എൻ്റെ കെമിസ്ട്രി, ഇംഗ്ലീഷ്, ഹിന്ദിയുടെ ഇത്. കാരണം ഞാൻ ഇങ്ങനെയുള്ളത് ബയോളജി പിള്ളേർ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവർക്ക് ബയോളജിയും കെമിസ്ട്രി ഒരുമിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. പറയുകയാണെങ്കിൽ അത്യാവശ്യം പഠിക്കാനുണ്ട്. കെമിസ്ട്രി അത്യാവശ്യം എല്ലാ ഭാഗവും നോക്കി പോയിരിക്കും, അത്യാവശ്യം നല്ല രീതിക്ക് മാർക്ക് വാങ്ങും. എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ എനിക്ക് അങ്ങനെ എത്തിക്കാൻ പറ്റി എന്ന് തോന്നുന്നില്ല. കാരണം കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി പഠിക്കായിരുന്നു, ഒത്തിരി കൂടി നന്നായി നമുക്ക് സെറ്റാക്കാമായിരുന്നു. പറ്റിയില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഇനി ഒറ്റ ചാൻസേ ഉള്ളൂ. നോക്കാം ഒറ്റ ചാൻസേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്തായിരുന്നു, ബയോ പിള്ളേർ അത്യാവശ്യം നല്ല രീതിക്ക് പെട്ട അവസ്ഥയായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ബയോ ആണ്. അപ്പോൾ അവളിങ്ങനെ ഭയങ്കര ഇതിൽ പോകുന്നുണ്ടായിരുന്നു. കാരണം 2 പരീക്ഷ ഞങ്ങൾക്കിപ്പോൾ ഒരു CS-കാർക്ക് ഞങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ലീവ് കിട്ടുന്നുണ്ട്. നാളെ ഞങ്ങൾക്ക് ഇല്ല. പിറ്റേ ദിവസം ഞങ്ങൾക്ക് പിന്നെ പരീക്ഷയുള്ളൂ. CS-ഉം ഫിസിക്സും ഉണ്ട്, പക്ഷേ 2 ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു ലീവ് ഉണ്ട്. പക്ഷേ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പോയി പിറ്റേ ദിവസം രാവിലെ വന്ന ദിവസം അത്യാവശ്യം എനിക്ക് മനസ്സിലാവും. എനിക്ക് എന്തോ പോലെ അവർ ഭയങ്കരമായിട്ട് സഫറല്ല, ഭയങ്കര ടെൻസ്ഡായിട്ട് തോന്നും. എനിക്ക് ഫ്രണ്ട്സായിട്ടുള്ള അവിടുത്തെ പിള്ളേരായാലും അവരിങ്ങനെ പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ ബയോളജിസ്റ്റ് പഠിക്കാനുണ്ട്, കെമിസ്ട്രി നമുക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്. സോ അപ്പോൾ എനിക്ക് ബയോക്കാരുടെ ബയോക്കാർക്ക് എങ്ങനെയായിരുന്നു പറയും. കാരണം 2 കൂടി വന്നപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ലീവ് കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് സെറ്റ്. ഫിസിക്സ് ആയതുകൊണ്ട് നല്ല പേടിയുണ്ട്, പക്ഷെ എന്നാലും പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ മോഡലിൻ്റെ പേപ്പർ എനിക്ക് അത്യാവശ്യം ഓക്കെ പഠിച്ചവർക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ സെറ്റാക്കാമായിരുന്നു. സെറ്റൊക്കെയാണ്, എന്തായാലും പാസ്സാവും, ഡബിൾ പാസ്സൊക്കെ പ്രതീക്ഷിക്കുന്നു. കിട്ടുമായിരിക്കും അല്ലേ? നിങ്ങളിപ്പോൾ അഭിപ്രായം പറയാം ഗൈസ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ എൻ്റെ റിവ്യൂ. എന്നോട് ചോദിച്ച കുട്ടിക്ക് ഒരുപാട് നന്ദി. കാരണം ചോദിച്ചെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യില്ല, എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. കമൻസാണ് എൻ്റെ എല്ലാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നെ മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്സ് അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ